ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു ദിവസം നൈറ്റുള്ളതും പകലുള്ളതും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. ഇതെൻ്റെ അനിയൻ്റെ പിള്ളേരാണ്. വൈകുന്നേരമായി കഴിഞ്ഞ് ഇതാണ് കേട്ടോ ഓരോ പരിപാടി. എന്താ കാളക്കളി പാട്ട് വെച്ചിട്ട് കസേര എടുത്ത് തുള്ളുന്നു, ചെണ്ട കൊട്ടുന്നു, ഇതാണ് പരിപാടി. അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല നേരം പോക്കാണ് കേട്ടോ. തല്ലുകൂടിയാൽ ഒരു ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഒരാളെ കാണാതെ മറ്റാളെ ഇരിക്കില്ല, മറ്റാളെ കാണാതെ മറ്റാളും ഇരിക്കില്ല. അങ്ങനെയാണ് ഇവരുടെ സ്നേഹം. അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കണത്. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിലേക്ക് വീട്ടിലേക്ക് വരാനുള്ള ദിവസം ഒരു ഉച്ചയായപ്പോഴാണ് ഞാൻ ഇതൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ മാവാണ് കേട്ടോ, നട്ടപ്പോൾ ഉച്ചയാണ് കേട്ടോ, ആരും വെയിൽ കാണുന്നുണ്ടോ. ഇത് മാവാണ്, കണ്ണിമാങ്ങ കുനുകുനുന്നനെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിട്ട് അതവിടെ മറ്റേ കുപ്പിയിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി തന്നെയാണ് ചെയ്തത്. അതെൻ്റെ അമ്മോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ സ്റ്റോക്ക് എടുത്ത് വയ്ക്കാനായിട്ട്. ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കുറച്ച് ഫ്ലവേഴ്സുകളാണ് കാണിക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമന്തി എന്ന് പറയും. നിങ്ങളങ്ങനെ ഇനിയല്ലേ പറയുക. ഇതൊരു മഞ്ഞ കളറുള്ള ജമന്തി. ഇതിന് വൈറ്റും ഉണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ വീട്ടിൽ വൈറ്റില്ല. ഇത് ബാൽസ്യം എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ആക്ച്വലി ഇത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടിയാണ്. ഇതിൻ്റെ കുറേ കളേഴ്സുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് മാത്രം അവിടെ പിടിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത് വേറെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ കണ്ടപ്പോൾ എടുത്തു, ഒരു പൂന്തോട്ടം എന്നുള്ള രീതിയിൽ എടുത്തു. ഇത് ചെണ്ടുമല്ലിയിൽ 2 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടത്. വേറെ കളറൊന്നും ഇല്ലയെന്നുണ്ട്. ഓറഞ്ച് മഞ്ഞ തന്നെയല്ലേ ഉള്ളൂ ചെണ്ടുമല്ലി എന്ന് പറയണത്. ആണ് കുറേ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല, കുറച്ച് അത്യാവശ്യത്തിന് ഒരു പൂന്തോട്ടത്തിലുള്ള നിൽക്കണ അത്രയേ ഉള്ളൂ കേട്ടോ അവിടെ. പിന്നെ കുറച്ചൊക്കെ ഉണങ്ങി ഇങ്ങനെ വിത്തായി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കാട് പിടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. മറ്റേ പൂക്കള മത്സരത്തിനൊക്കെ പിടിച്ചുകൊണ്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ മുല്ലയാണ്, ഇത് കുറ്റുമുല്ലയാണ്. ശരിക്കും ഇതിന് കൂടെ വള്ളി പടർന്നിട്ട് ഇതിപ്പോൾ വളരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണം. അത് വെട്ടി കൊടുക്കണം, എന്നാലേ നന്നായി വളരുള്ളൂ. ഇതിലിപ്പോൾ കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെത്തി, ഇത് ചുമന്ന ചെത്തിയാണ്. നിറച്ച് മുട്ടും പൂവൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ഇപ്പോൾ അതിൽ മുട്ട് ഇത്തിരിയാ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ചെമ്പരത്തി, ചെമ്പരത്തി എന്ന് പറയും. നിങ്ങളുടെ ഇതിനെന്താ പറയണേ? ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, റോസാപ്പൂ പോലെ കട്ട പിടിച്ചിട്ടാണ് ഈ ചെമ്പരത്തിയുടെ പൂ നിൽക്കുന്നുണ്ടാവുക. ഇതൊരു ചുമന്ന കളറാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു കളറുണ്ട്, അത് ഞാൻ പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ വിരിഞ്ഞിട്ടൊന്നുമില്ല, ഇത് വിരിയാറായിട്ട് നിൽക്കുന്ന മുട്ടുകളാണ്. 2 ഞാൻ ഇപ്പോൾ കണ്ടു. ഇപ്പോൾ ഇത് പിന്നെ കനകാമ്പരം. ഈ കനകാമ്പരം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ല ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ തലയിൽ വെക്കാനായിട്ട് എന്നും തല്ലൂട്ടൊക്കെ ഇട്ടാഞ്ഞിട്ട് ചേച്ചിയോ അനിയത്തിയൊക്കെ നമ്മൾ എന്നും തല്ലൂട്ട. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പോയി പൊട്ടിക്കുന്നു, സ്വന്തം വീട്ടിലുള്ള തല നിറച്ച് വെക്കണം. ഇപ്പോൾ ഒന്നും ആരും വെക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു നൊസ്റ്റുമാണ്. ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ പേര് എനിക്ക് അറിയത്തേ ഇല്ല. ഞാനവിടെ കണ്ടു ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർപ്പായി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടിഞ്ഞേക്കാണ് കേട്ടോ താഴത്തേക്ക്. വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ഏരിയക്ക് ഇങ്ങനെ മണ്ണ് ഇടിയണൊരു സ്ഥലമാണേ. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ ഒരു ചെമ്പരത്തിപ്പൂവ്, അതിൻ്റെ സെയിം തന്നെ മഞ്ഞ. ഇതിൽ മറ്റേ എന്താ പറയുക, ശംഖുപുഷ്പം വള്ളി ചുറ്റി നിൽക്കുന്നുണ്ട്. അവരെ വെട്ടിക്കളഞ്ഞിട്ടില്ല, അതറിയില്ല. ശംഖുപുഷ്പത്തിലും കുറച്ച് പൂവ് ഉണ്ടായിട്ടുണ്ട്. ശംഖുപുഷ്പം ഓൾറെഡി ഇങ്ങനെ നല്ല സമയത്ത് നല്ല പോലെ കട്ട പിടിച്ചിട്ടുണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വിത്തൊക്കെ ഉണ്ടായി ഉണങ്ങി വള്ളി മാത്രമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ പൂവ് ഇതും പൂന്തോട്ടത്തിൽ പെടുന്നൊരു സാധനമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടത്. ഇതിൻ്റെ ഇടയിൽ ചാമ്പമരം, മാതളനാരങ്ങ, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഉണ്ടാകുമ്പോഴേക്കും കൊഴിഞ്ഞു പോവുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നതാണ് കൊങ്ങിണിപ്പൂ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ പറയുക. ഇതിൻ്റെ കുറേ കളേഴ്സ് ഓരോരോ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മഞ്ഞ, ചുമപ്പ്, ഇത് പിങ്ക് കളറ്, ഒരുപാട് കളേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇതുപോലെ ചുമപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ പിങ്ക് കളറാണ് ഇവിടെ കാണുന്നത്. ഇത് സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ വേലിയിലൊക്കെ നിൽക്കുന്ന ചെടിയായിരുന്നു. ഇപ്പോൾ വീട്ടിലൊക്കെ വളർത്തി തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിലൊരു റോസ് ഉണ്ട് കേട്ടോ, നല്ല ചുമന്ന കളറുള്ള റോസാണത്. പിന്നെ ഈ ചെത്തി എന്ന് പറയുന്നത് മഞ്ഞ ചെത്തി. നേരത്തെ കണ്ട് റെഡ് ആയിരുന്നു, ഇത് മഞ്ഞയാണ് കേട്ടോ. ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇത്രയധികം ചെടികളുണ്ടോ എന്ന്. ഞാൻ പോലും ഇത്ര കണ്ടിട്ടില്ല. വീഡിയോ എടുത്തപ്പോഴാണ് അത്രയും ചെടികളുണ്ടല്ലേ എന്ന് മനസ്സിലാക്കണം തന്നെ കേട്ടോ. ഇത് വീടിൻ്റെ സൈഡിലുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ നോർമൽ ചെമ്പരത്തി. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ചെമ്പരത്തി താളിയൊക്കെ ആയിട്ട് തല തേച്ചിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇപ്പോഴും തേക്കും, പക്ഷേ മടിയാണല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഷാമ്പു കിട്ടുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പൊട്ടിക്കാറൊന്നുമില്ല. ചിലപ്പോൾ എണ്ണ കാച്ചാൻ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ പൂവോ മുട്ടോ പൊട്ടിച്ചിട്ട് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെടിയുടെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതും കാട്ടുചെടിയാണോ വെച്ചാൽ എനിക്കറിയില്ല, അവിടെ വേലിയിൽ നിൽക്കുന്ന ചെടിയാണോ വെച്ചാൽ എനിക്കറിയില്ല. അതിലൊരു പൂവുണ്ടായി കണ്ടപ്പോൾ എടുത്തു. ഇത് പിന്നെയും കനകാമ്പരം, അത് വീടിൻ്റെ സൈഡിലുള്ളതാണ്. ഇത് നല്ല കളറുണ്ട്. മറ്റതിൽ ഇത്തിരി പൂവായി വിടർന്ന് കൊഴിഞ്ഞിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നേക്കണം കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എത്തിക്കുള്ളൂ. ബൈ.